നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായ ഡ്രസ്സ് ധരിക്കാനുള്ള ഒരു അവകാശം, അതായത് സമൂഹത്തിൽ വളരെ വൾഗറല്ലാത്ത രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ, ഏത് തരം ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ നമ്മളൊരു സമൂഹ മര്യാദ ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് പുറമെ കാണിക്കാതെയുള്ള ഡ്രസ്സ് ധരിക്കാൻ ആണ് നമുക്ക് എല്ലാവർക്കും അവകാശമുള്ളത്. അത് ഇന്ന ഡ്രസ്സ്, സാരി ഉടുക്കണോ ജീൻസ് ഉടുക്കണോ എന്നൊക്കെ നമ്മുടെ ഇഷ്ടം അല്ലേ. അപ്പം നമ്മളെല്ലാവരും ഈവൻ ഷോർട്സ് ഇടാം, നിക്കറിടാം. ബിഗ് ബോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പണ്ടത്തെ അതിൽ നിമിഷ നിക്കറൊക്കെ ഇട്ടപ്പോൾ ഈ പറഞ്ഞ പോലെ പബ്ലിക്കായിട്ട് ഇട്ടപ്പോൾ നമുക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തു പോയി. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ശരണ്യയുടെ ഡ്രസ്സിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ സിൻസിയർലി ഞാൻ പറയുവാണെങ്കിൽ, എനിക്ക് ആദ്യമൊന്നും അല്ല, ശരണ്യ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് തുടങ്ങിയ പിന്നെ എനിക്ക് കാണുമ്പോൾ അപ്പോൾ പറയും, ഞാൻ ഒരാളെയും ഒരു ഡ്രസ്സിൻ്റെ പേരിൽ നമ്മൾ കളിയാക്കാൻ അങ്ങനെ നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ശരണ്യ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടപ്പോൾ തന്നെ നമുക്കൊരു ഇതെന്താ ഇങ്ങനത്തെ ഇടുന്നേ എന്ന് തോന്നിയിട്ടുണ്ട്. ജിൻഡോ ഒരു തവണ അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു വീഡിയോ ചെയ്യാനിരുന്ന ഞാൻ. ജിൻഡോ എന്തിനാ അങ്ങനെ പറയുന്നത്? ശരണ്യ ജിൻഡോയുടെ കൂടെ ജിമ്മിലൊക്കെ വർക്ക് ചെയ്ത ആ വ്യക്തിയും കൂടിയല്ലേ, ശരണ്യനെ എന്തിനാ അങ്ങനെ പറയുന്നത്? പിന്നെ ഒരാൾക്ക് അവരവരുടെ ഡ്രസ്സുകൾ ഇടാനുള്ളതില്ലേ? പക്ഷേ എല്ലാവരുടെ ആ ഒരു ഇത് തട്ടിക്കളയണ മാതിരിയാണ് ശരണ്യ പിന്നെയും ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകൾ. അതിനെക്കുറിച്ച് പറയുന്നത്, ശരണ്യ ഇടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ശരണ്യ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഈ പറയുന്ന പോലെ നമ്മൾ പുരുഷന്മാരും സ്ത്രീകളും ഉള്ള ഒരു ഷോ ആണ്, പബ്ലിക്കാണ്, ഓക്കെ ശരി, നമുക്ക് എന്തും. പക്ഷേ ശരണ്യ ഇടുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു തരി പുറത്തൊന്നും കാണില്ല, പക്ഷെ ഇടുന്നത് ശരീരത്തോട് ചേർത്ത് തയ്ച്ച് വെച്ചേക്കണ പോലത്തെ ഡ്രസ്സ്, ശരീരത്തിൻ്റെ ചേർത്ത് വെച്ചിട്ട് അത് അടിച്ചെടുത്ത പോലത്തെ ഒരു തരം വലിയണ മാതിരത്തെ ഒരു തരം ഡ്രസ്സ്. അത് ഇടുമ്പോൾ ഉള്ള ഒരു നോക്കാൻ പോലും തോന്നാറില്ല ശരണ്യയുടെ നേരെ. സത്യം ഞാൻ പറയാണ്, അത് അവിടെ അത്ര ഇടേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്താ പറയുക, നമുക്കൊരു ഇതുണ്ടല്ലോ, അതിനനുസരിച്ച് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എനിക്കല്ല, അങ്ങനത്തെ ഒരു ഡ്രസ്സ് അവിടെ വളരെ ബോറാണത്. ഓരോ കാഴ്ചപ്പാടുകളുണ്ട് നമുക്ക്. ഇപ്പോൾ കുറച്ചൊക്കെ രസകരമായി ആവാം. ശരണ്യയുടെ നമുക്ക് കണ്ണിന് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ശരണ്യ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, നമ്മളിപ്പോൾ ഒരു നിക്കറിട്ട ഒരാളവിടെ നിന്നാൽ പോലും ശരണ്യ ഇടുന്ന ആ ഡ്രസ്സ് അതൊരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സീക്രസി ആയിട്ട് വെച്ചിരിക്കുന്ന പ്രൈവറ്റ് പാർട്സുകൾ അടക്കം തെളിഞ്ഞു കാണുന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണ് ശരണ്യ ഇടുന്നത്. അപ്പോൾ അത് വളരെ മോശം തന്നെയാണ്. അപ്പോൾ അത് മോശമല്ലാതൊരു കണ്ടിരിക്കുന്നത്, അതിനെ ആരെ എതിർത്താലും അതിനെ ഞാൻ എതിർക്കില്ല. ആ ഡ്രസ്സിങ് സ്റ്റൈലിനെ ആരെതിർത്ത് പറഞ്ഞാലും അതിനെ അനുകൂലിക്കുകയും ഞാൻ ചെയ്യുള്ളൂ. കാരണം എനിക്ക് പേഴ്സണലി കാണുമ്പോൾ വളരെ ബോറാണ്, അത്രേ പറയാനുള്ളൂ. ശരണ്യയുടെ ഡ്രസ്സ് ബോറ് തന്നെയാണ്. എന്നാൽ എല്ലാ ഡ്രസ്സും അല്ല, ചില ഡ്രസ്സുകൾ വളരെ ബോറ് തന്നെയാണ്. ശരി, ഞാനും മോഡേൺ ആയിട്ടുള്ള ചിന്താഗതി അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സുകൾ ഒക്കെ ഇടാനൊക്കെ ആഗ്രഹമുള്ള വ്യക്തി ഇനിയാണെങ്കിലും. ഞാനിപ്പോൾ ഒരു 8ലേക്കാവുന്ന കുട്ടിയുടെ അമ്മയാണ്, പക്ഷേ ഇനിയാണെങ്കിലും അങ്ങനത്തെ ഇടാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷേ ഇതുപോലെ കാണിക്കുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അതിന് എനിക്ക് താല്പര്യമില്ല. അത് ശരണ്യയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കുറച്ചും കൂടെ ഒരു ശ്രദ്ധിച്ചാൽ കൊള്ളായിരിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വളരെ വളരെ ഇതാണ്, അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നല്ല, കുറച്ച് ബോറാണ്, ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. നമുക്കൊരു ഒരു നാണം ഉണ്ടാവില്ലേ? നമ്മൾ എന്തിനാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് മൂടി വെക്കുന്നത്? നമുക്ക് തുറന്ന് കാണിക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ തുറന്ന് കാണിച്ചതിന്, പക്ഷേ അത് മൂടി വെക്കുമ്പോൾ അത് അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന തരത്തിലുള്ള ഒരു തരം ഡ്രസ്സിങ് സ്റ്റൈൽ പോലെ. ഇത്രയും പറയാനുള്ളൂ.